ഒരിടത്ത് വലിയൊരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥനായ ഒരു യജമാനുണ്ടായിരുന്നു. ഒരിക്കൽ തൻ്റെ തോട്ടത്തിലെ മുന്തിരിപ്പഴങ്ങൾ വിളവെടുക്കുവാൻ സമയമായപ്പോൾ വേലക്കാരെ കൂലിക്ക് വിളിക്കുന്നതിനായി അദ്ദേഹം രാവിലെ തന്നെ ചന്ത സ്ഥലത്തേക്ക് പുറപ്പെട്ടു. പുലർച്ചെ 6 മണിയോടെ ചന്തയിൽ പണി അന്വേഷിച്ച് നിൽക്കുന്ന ചിലരെ യജമാനൻ കണ്ടു. നിങ്ങളിന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി പണിയെടുക്കുക. ഒരു ദിവസത്തെ കൂലിയായി 1 വെള്ളിപ്പണം, അതായത് 1 ദിനാർ തരാം എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. ആ കൂലിക്ക് സമ്മതിച്ചവർ സന്തോഷത്തോടെ തോട്ടത്തിലേക്ക് പോയി. രാവിലെ 9 മണിയായപ്പോൾ യജമാനൻ വീണ്ടും ചന്തയിലെത്തി. അവിടെ ചിലർ പണിയില്ലാതെ മടിയന്മാരായി നിൽക്കുന്നത് കണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ. ന്യായമായ കൂലി ഞാൻ നിങ്ങൾക്കും തരാം. അവരും ജോലിക്ക് പുറപ്പെട്ടു. ഉച്ചയ്ക്ക് 12 മണിക്കും വൈകുന്നേരം 3 മണിക്കും യജമാനൻ വീണ്ടും ചന്തയിൽ ചെന്ന് ഇപ്രകാരം തന്നെ ആളുകളെ തോട്ടത്തിലേക്ക് അയച്ചു. വൈകുന്നേരം 5 മണിയായി. പണി തീരാൻ ഇനി വെറും 1 മണിക്കൂർ മാത്രം. യജമാനൻ വീണ്ടും ചന്തയിലെത്തിയപ്പോൾ അവിടെയും ചിലർ നിൽക്കുന്നത് കണ്ടു. അദ്ദേഹം അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പകൽ മുഴുവൻ ഇവിടെ വെറുതെ നിൽക്കുന്നത്? അവർ സങ്കടത്തോട് പറഞ്ഞു, ഞങ്ങളെ ആരും കൂലിക്ക് വിളിച്ചില്ല യജമാനനെ. അപ്പോൾ കരുണാനിധിയായ യജമാനൻ അവരോട് പറഞ്ഞു, നിങ്ങളും എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോയിക്കൊള്ളുക. സന്ധ്യയായപ്പോൾ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ തൻ്റെ കാര്യസ്ഥനെ വിളിച്ചു പറഞ്ഞു, എല്ലാ വേലക്കാരെയും വിളിക്കുക. അവസാനം വന്നവർ മുതൽ ആദ്യം വന്നവർക്ക് വരെ എല്ലാവർക്കും കൂലി കൊടുക്കുക. അങ്ങനെ വൈകുന്നേരം 5 മണിക്ക് വന്ന് വെറും 1 മണിക്കൂർ മാത്രം പണിയെടുത്തവർ ആദ്യം വന്നു. യജമാനൻ അവർക്ക് ഓരോരുത്തർക്കും 1 വെള്ളിപ്പണം വീതം നൽകി. ഇത് കണ്ട് അതിരാവിലെ മുതൽ വെയിലും ചൂടും സഹിച്ച് പണിയെടുത്ത ആദ്യത്തെ വേലക്കാർ ചിന്തിച്ചു, 1 മണിക്കൂർ പണിതവർക്ക് 1 വെള്ളിപ്പണം കിട്ടിയെങ്കിൽ പകൽ മുഴുവൻ കഷ്ടപ്പെട്ട നമുക്ക് കൂടുതൽ തുക കിട്ടുമായിരിക്കും. എന്നാൽ അവർക്ക് നേരെ വന്നപ്പോൾ യജമാനൻ 1 വെള്ളിപ്പണം തന്നെയാണ് നൽകിയത്. തങ്ങൾക്കും അതേ കൂലി തന്നെയാണ് കിട്ടിയത് എന്ന് കണ്ടപ്പോൾ ആദ്യത്തെ വേലക്കാർ യജമാനോട് പിറുപിറുക്കാൻ തുടങ്ങി. അവർ പരാതി പറഞ്ഞു, ഈ അവസാനം വന്നവർ വെറും 1 മണിക്കൂർ മാത്രമാണ് പണി ചെയ്തത്. എന്നാൽ പകൽ മുഴുവൻ കഠിനമായ വെയിലും ഭാരവും സഹിച്ച് ഞങ്ങളോട് നീ അവരെ സമമാക്കിയല്ലോ. എന്നാൽ ഇവിടെ യജമാനൻ ചെയ്തത് അന്യായമാണെന്ന് തൊഴിലാളികൾക്ക് തോന്നി. മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ആസ്പദമാക്കിയാണ് നമ്മൾ ഈ സ്റ്റോറി കേട്ടത്. ഈ കഥയിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ തോട്ടത്തിലേക്ക് യജമാനൻ കൊണ്ടുവന്ന് ആക്കിയതാണെന്ന് അവർ മറന്നുപോയി. ഈ തോട്ടത്തിലാക്കുമ്പോൾ അവരോട് പറഞ്ഞ കൂലി അവർ സമ്മതിക്കുകയും അതിൽ സന്തോഷിച്ചവരായിരുന്നു എന്നവർ മറന്നുപോയി. മറ്റുള്ളവർക്ക് ലഭിച്ച കൂലി കണ്ടപ്പോൾ അവരുടെ പ്രതീക്ഷകൾ വർദ്ധിച്ചു. പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾ വർദ്ധിക്കുമ്പോൾ നാം നമ്മെ തന്നെ മറന്നുപോവുകയാണ് പതിവ്. നാം നന്ദിയില്ലാതെ ആവുകയും പെറുപെറുപ്പുകൾ വരുവാനുള്ള കാരണം നമ്മൾ എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ നാം നമ്മെ തന്നെ മറന്നു പോകുന്നതുകൊണ്ടാണ്. നാം നമ്മിലേക്ക് ഒന്ന് നോക്കിയാൽ നമ്മുടെ പല പെറുപെറുപ്പുകളും പരാതികളും അവസാനിക്കും. നാം നടന്നതല്ല, നാം നിന്നതല്ല, നമ്മെ ദൈവം നിർത്തിയതാണ്, അല്ലെങ്കിൽ ഈ തോട്ടത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നതാണെന്ന് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ പിറുപിറുപ്പിന് പകരം നമ്മൾ സ്തുതിക്കുവാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സംതൃപ്തി ഉണ്ടാവാനിടയായിത്തീരും. കൂടാതെ ആ തോട്ടക്കാരനും തോട്ടത്തിൻ്റെയും പ്രത്യേകത അവിടെ കയറി വന്ന സമയമല്ല, അവിടെ കയറി വരുവാൻ ആഗ്രഹത്തോടെ ആയിരിക്കുന്നവർക്ക് ഏത് സമയത്തും അവിടെ കയറി വരുവാൻ കഴിയും എന്നുള്ളതാണ്. ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് വിരച്ചു കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ അരികിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ഏത് സമയത്തും കഴിയും. സമയം വൈകി എന്ന് നനയ്ക്കരുത്. ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ ആ ചിന്ത നൽകുന്നെങ്കിൽ ഓടി നമ്മൾ ദൈവത്തോടെടുക്കാം. ദൈവം നമ്മെ വിളിക്കുന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.